നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ക്വാളിറ്റി അഷ്വറൻസ് എഞ്ചിനീയറിനെ ആവശ്യമുള്ള ഒരു മികച്ച കമ്പനി, തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആയി ബന്ധപ്പെട്ട് ക്വാളിറ്റി അഷ്വറൻസ് എഞ്ചിനീയേഴ്സിനെയാണ് അവർക്ക് ആവശ്യം. അപ്പോൾ ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രോജക്റ്റ് ഡെലിവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ആയിക്കോട്ടെ, ആ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ഡെവലപ്മെൻറ്റ് കാര്യങ്ങളായിക്കോട്ടെ, അത് ഡെലിവർ ചെയ്യുന്ന സമയത്ത് ആ ക്ലയൻറ്റ് ഉദ്ദേശിക്കുന്ന ലെവലിലുള്ള ക്വാളിറ്റി എല്ലാം അതിനുണ്ടോ എന്നുള്ള നിലയ്ക്ക് അതിനെ എൻഷുർ ചെയ്യുക. അതിൻ്റെ ഭാഗമാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നല്ല ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റർക്ക് മാത്രമേ ഒരു ക്വാളിറ്റി അഷ്വറൻസിലേക്ക് അല്ലെങ്കിൽ QA മേഖലയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ക്വാളിറ്റി അഷ്വറൻസ് എഞ്ചിനീയറിനെയാണ് ആവശ്യം. അത് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ വൈദഗ്ധ്യമുള്ളവരെയാണ് ആവശ്യം. അപ്പോൾ ഈ കമ്പനി ഏതാണ്, ഇവർക്ക് എന്തൊക്കെ റിക്വയർമെൻ്റ് ഉണ്ട് എന്ന്, ഏത് ഡേറ്റിനുള്ളിൽ അപ്ലൈ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയും. അപ്പോൾ നിങ്ങൾ ക്വാളിറ്റി അഷ്വറൻസ് മേഖലയിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ് എങ്കിൽ, അതുമല്ല സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ് ആണ് എങ്കിൽ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ ഈ അവസരത്തിനായി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എ ടീം സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ടെക്നോ പാർക്ക് കമ്പനി, തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ എ ടീം സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ക്വാളിറ്റി അഷ്വറൻസ് എഞ്ചിനീയേഴ്സിനെയാണ് ആവശ്യം, QA എഞ്ചിനീയേഴ്സിനെയാണ് ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 2.5 വർഷമെങ്കിലും മിനിമം സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ അനുഭവ പരിചയമുള്ളവർ, പ്രവൃത്തി പരിചയമുള്ളവരെയാണ് ആവശ്യം. അപ്പം മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ്, പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അവർ പ്രത്യേകം ഒരു ടെക്നോളജി പറയുന്നില്ല, ജാവ എന്നോ C എന്നോ ഒബ്ജക്റ്റീവ് C എന്നോ iOS ആൻഡ്രോയിഡ് എന്നൊന്നും പറയുന്നില്ല. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ജനറിക് മേഖലയിൽ, അത് മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർസിലാകാം, നിങ്ങൾക്ക് അനുഭവ പരിചയമുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു ക്വാളിറ്റി അഷ്വറൻസ് എഞ്ചിനീയർ ആയിട്ട് ഇവിടെ അവസരമുണ്ട്. അപ്പോൾ 2.5 വർഷത്തെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് അനുഭവ പരിചയമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇത് കൂടാതെ മറ്റ് കുറച്ച് സ്കിൽസ് കൂടി അവർ പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. മറ്റ് ചില സ്കിൽസ് അവർ പറയുന്നത് GUI ഓട്ടോമേഷനിൽ, അതിൽ പ്രത്യേകിച്ച് സെലീനിയം അല്ലെങ്കിൽ സൈപ്രസ് പോലെയുള്ള മേഖലകളിൽ നിങ്ങൾക്ക് ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു കാൻഡിഡേറ്റ് ആയിരിക്കണം. അതും അല്ലെങ്കിൽ പോസ്റ്റ്മാൻ, STLC എന്നിവയിലും ഒക്കെ ഒരു ടെക്നിക്കൽ സ്കില്ല് നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ജാവ പോലെയുള്ള ടെക്നോളജികളിൽ അല്ലെങ്കിൽ ഗിറ്റ് പോലെയുള്ള മേഖലകളിൽ ഒക്കെ ഉള്ള ഒരു പരിജ്ഞാനമുള്ള, പ്രത്യേകിച്ച് ഗിറ്റൊക്കെ അറിയാവുന്നവരെ കൂടുതലും ടെസ്റ്റിംഗ് മേഖലയിൽ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും കിട്ടാറുണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ നല്ല പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നല്ല ടീം സ്കിൽസ് ഒക്കെ ഉള്ളവരെയാണ് അവർ നോക്കുന്നത്. ടെക്നോളജികളിലെ ജാവ, ഗിറ്റ് പോലുള്ള കാര്യങ്ങളിലും അല്ലെങ്കിൽ പോസ്റ്റ്മാൻ, STLC പോലുള്ള കാര്യങ്ങളിലും ഒക്കെ നല്ല ഒരു നോളജ് വേണം. ബാക്കി ജനറൽ പ്രോഗ്രാമിംഗ് നോളജ് വേണം, ടെസ്റ്റിംഗ് നോളജ് വേണം. അതുകൂടാതെ ക്വാളിറ്റി അഷ്വറൻസിൽ നിങ്ങൾക്ക് നല്ലൊരു ധാരണയും വേണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 2.5 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് കൂടെ ഉണ്ടെങ്കിൽ ഇത് ഒരു മികച്ച അവസരമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഡെവലപ്മെൻറ്റ് ജോലി പോലെ തന്നെ ചലഞ്ചിങ് ആണ് ടെസ്റ്റിംഗ് ജോലി. പലരും പറയാറുണ്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഫീരിയർ ജോബാണ് എന്നൊക്കെ ഒരു തോന്നൽ പലർക്കും ഉണ്ട്. പക്ഷേ അതൊരു റിയാലിറ്റി അല്ല. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഒരു ചലഞ്ചിങ് ജോബാണ്. ഇൻട്രസ്റ്റ് ഉള്ളവരെ സംബന്ധിച്ച് അത് ഡെവലപ്മെൻറ്റിനേക്കാൾ കൂടുതൽ അവർക്ക് രസകരമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖല കൂടിയാണ്. പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനിടയ്ക്ക് ടെസ്റ്റ് എഞ്ചിനീയേഴ്സിനെ കുറിച്ച് തമാശയായിട്ട് പറയാറുള്ള ചില കാര്യങ്ങളുണ്ട്. വീക്കെൻഡുകളിലൊക്കെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറെ സംബന്ധിച്ച് അവസാന നിമിഷം ചില കറക്ഷൻ സജഷൻസ് ഒക്കെ വരുന്നത് അവർക്ക് സമ്മർദ്ദമാണ്. അതേസമയം ടെസ്റ്ററെ സംബന്ധിച്ച് ഇത് കുറേയധികം ടെസ്റ്റ് ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് റിസോൾവ് ചെയ്യേണ്ട പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുന്നതോടുകൂടി അവരുടെ റെസ്പോൺസിബിലിറ്റി തീർന്നു എന്നൊക്കെ പറഞ്ഞ് ചില ജോക്കുകൾ പ്രത്യേകിച്ച് ഡെവലപ്പേഴ്സിനിടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ എന്തിരുന്നാലും 2 ആർഗ്യുമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഡെവലപ്പേഴ്സിൻ്റെ ജോലി പോലെ തന്നെ ചലഞ്ചിങ് ആണ് ടെസ്റ്റേഴ്സ് ജോബ്. അതിലും ക്രിയേറ്റീവ് ആൻഡ് ചലഞ്ചിങ് ആണ് ഒരു ക്വാളിറ്റി അഷ്വറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന ജോലി, അല്ലെങ്കിൽ ക്വാളിറ്റി അഷ്വറൻസ് എഞ്ചിനീയർ എന്നുള്ള ജോലി. അതുകൊണ്ട് തികച്ചും ചലഞ്ചിങ് ആയിട്ടുള്ള എന്നാൽ രസകരമായ, നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ ക്വാളിറ്റി അഷ്വറൻസ് സെക്ടർ. അപ്പോൾ ഈ കമ്പനി ഒരു നല്ലൊരു പ്രോഗ്രസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയർ പ്രോഗ്രഷൻ നൽകുന്ന, ഒരു നല്ല കരിയർ ഗ്രോത്ത് ഗ്രാഫ് നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് Jan 16 ആണ്. 2025 ജനുവരി 16 അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്ലൈ ചെയ്യേണ്ടത് അവരുടെ ഇമെയിൽ ID ഉണ്ട്. ആ ഇമെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് ആ ഇമെയിൽ IDയിൽ നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവരുടെ കോർപ്പറേറ്റ് വെബ്സൈറ്റ് ഉണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആ വെബ്സൈറ്റൊക്കെ കണ്ട് ഈ കമ്പനിയെക്കുറിച്ച് കൂടുതലൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അവരെക്കുറിച്ച് കൂടുതലൊന്ന് മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ടെസ്റ്റിംഗ് ജോബ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു നെഗറ്റീവായിട്ട് കരുതാതെ അതിലെ അവസരങ്ങളെ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരമായിട്ട് കരുതുക. ഇത് സ്പെസിഫിക്കലി ടെസ്റ്റിംഗ് ജോബ് അല്ല, ഇതൊരു ക്വാളിറ്റി അഷുറൻസ് ജോബാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ദ നെക്സ്റ്റ് ലെവൽ ഓഫ് കരിയർ പ്രോഗ്രഷൻ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ പരിചയത്തിലുള്ളവരൊക്കെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസ് ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും മനോഹരമായ ഒരു ഫ്യൂച്ചർ, നല്ലൊരു കരിയർ ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.